ഹാർട്ട് അറ്റാക്ക് വന്നു കുഴഞ്ഞു വീണു. അതും വലിയ ഹോസ്പിറ്റലിൽ, അതും അവിടെ തന്നെ വെച്ചു. എനിക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് ചെയ്ത് ആർത്രൈറ്റീസിന്റെ ഒരു പ്രശ്നങ്ങൾ, പ്രഷർ, തൈറോയിഡ് എല്ലാത്തിനും കുറവുണ്ടായിരുന്നു. അതെല്ലാം മാറിയത് കൊണ്ട് വീണ്ടും. എന്റെ പേര് ഹഫ്സ എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. നമ്മുടെ അഫ്സത്ത അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കുഴഞ്ഞു വീണു. ഹാർട്ട് സംബന്ധമായിട്ട് വേരിയേഷൻ ആയിരുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയി. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി? അപ്പൊ നെഞ്ചിന് ഇങ്ങനെ കട്ടിയും പ്രയാസമൊക്കെ ആയിരുന്നു. അവിടെയും ട്രീറ്റ്മെന്റ് ചെയ്ത് ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ബ്ലഡ് അലിയാനുള്ള ഇഞ്ചക്ഷൻ 5 ദിവസം എടുത്ത് വീട്ടിലേക്ക് പോയി. ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ട് അസ്വസ്ഥതകളൊന്നും മാറുന്നില്ല. അപ്പൊ മെഡിസിൻ കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം ചെയ്യാം. അപ്പൊ എല്ലാ ECGക്കകത്തും കുഴപ്പങ്ങളാണ്. മൊത്തം മെഡിക്കൽ കോളേജിലും കിംസിലുമായിട്ട് 12 ECG എടുത്തു. എല്ലാത്തിലും കട്ടിയായിട്ടുള്ള വേരിയേഷൻ ആണ്. ഏകദേശം നല്ലതായിട്ട് ബ്ലോക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ ഉണ്ട്. അതുകൊണ്ടാണ് അത്രയും വേരിയേഷൻ കാണിക്കണമെന്ന് പറഞ്ഞു. BP ഹൈ ആയിരുന്നു. അങ്ങനെ എല്ലാം ആയിട്ട് വീട്ടിലേക്ക് പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അവരിവിടെ വരുമ്പോ രണ്ടുപേര് പിടിച്ച് ഈ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കൊണ്ടുവന്നേ. പിടിച്ചാ കൊണ്ടുവന്നു. 2 പേര് പിടിച്ചാ കൊണ്ടുവന്നു. പുറം വേദനയാണ് കൂടുതലായിട്ടുണ്ടാകണം. അന്നേരം അതങ്ങോട്ട് മാറി. ഇത്രയും ദിവസം 2 ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ഹെപ്പാരിൻ കഴിച്ചു, ബ്ലഡ് അലിയാനുള്ള ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടും ഈ ബുദ്ധിമുട്ടുകൾ മാറിയില്ല. ചെറിയൊരു സുഖം കിട്ടി എന്ന് പറഞ്ഞാൽ വലിയ സുഖമൊന്നും കിട്ടിയിട്ടില്ല. 5 ദിവസം ആ ഹോസ്പിറ്റലിൽ 5 ദിവസം കിടന്നിട്ട് കിട്ടാത്ത റിസൾട്ട് ഇവിടെ വന്ന് 3 ദിവസം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേഗം ഡ്യൂട്ടിക്ക് കയറണേ. കാരണം ഡ്യൂട്ടി പോവും. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, പൊന്നെ പോകല്ലേ, നമുക്ക് വ്യാഴാഴ്ച പോയാൽ മതി, ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് നേരെ വീട്ടിലേക്ക് പോയില്ല, നേരെ ഡ്യൂട്ടിക്ക് പോയത്. ഇവിടുന്ന് നേരെ ഡ്യൂട്ടിക്കാ പോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ നെഞ്ചിന് പിടുത്തം വീണ് കുഴഞ്ഞ് പരിവക്കേടായി നേരെ കാർഡിയോളജിയിൽ അഡ്മിറ്റ് ആയി. പിന്നെ തീർത്തും ടയർഡായി ഞാൻ. എന്നെ ഇവിടെ എടുത്ത് അതേപോലെ തന്നെ വീണ്ടും ഇവിടെ എടുത്തു കൊണ്ടുവരുന്നതിന് മുമ്പുള്ളത് അവിടത്തെയാണ് നമുക്ക് അറിയേണ്ടത്. അല്ല, അവിടെ കാണിച്ചു ECGയിലൊക്കെ കട്ട വേരിയേഷൻ. അപ്പം കുറച്ച് കൂടിയ മരുന്നുകളാണ്. അതായത് 2-3 ഗുളികയൊക്കെ അന്നേരം 700 രൂപ വിലയുള്ള ഗുളികകൾ എഴുതി തന്നിട്ട് പറഞ്ഞ് ഇത് കഴിക്കുമ്പോൾ വേദന കൂടുവാണെങ്കിൽ പിന്നെയും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആയിക്കോ, അതല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് 28-ാം തീയതി ആൻജിയോഗ്രാമിന് പോസ്റ്റ് ചെയ്തിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു. ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കിടന്ന കിടപ്പ്. കുറെ നാളുകളായിട്ട് BP 200-ന് മേലെയായിരുന്നു. BP കൂടുതലുള്ള സമയത്ത് ആൻജിയോഗ്രാം ചെയ്യൽ റിസ്ക് ആണെന്ന്. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്താൽ ചിലപ്പോ എന്താവാം, ആൾക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. BP കുറയാത്തത് കൊണ്ടാണ് ഓൾറെഡി 28-ാം തീയതിയിലോട്ട് ആൻജിയോഗ്രാം പോസ്റ്റ് ചെയ്തത്. വെച്ചാൽ BP ഹൈ ആണെങ്കിൽ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ ഞാനൊരു 3-4 ദിവസം, നമ്മുടെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരു 3-4 ദിവസം വീട്ടിൽ മരുന്നും കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. ഒരു ഗുളികയുടെ കൂടെ ഒരു 2 ഗുളികയും പിന്നെ ഒരു ഗുളികയും കൂടെ തന്നു. വെച്ചാൽ ഒരു ഗുളികയുടെ കൂടെ ടെൽമിസാർട്ട് എന്ന് പറഞ്ഞ ഗുളിക ഞാൻ കഴിക്കണം. അതിന്റെ കൂടെ അമലോ ആഡ് ചെയ്തിട്ടുള്ള ടെൽമ എന്ന് പറഞ്ഞ ഗുളികയും അതിന്റെ കൂടെ വേറൊരു ഗുളികയും കൂടെ തന്നാണ് എന്നെ വിട്ടത്. അപ്പോഴും കൺട്രോൾ ആയില്ല. കത്തിപ്പോകയുവാ നെഞ്ചെല്ലാം. അങ്ങനെ ഞാൻ പെരുന്നാൾ കഴിയാൻ വേണ്ടി വെയിറ്റ്. നമ്മുടെ കൂട്ടത്തിൽ ആള് വരണ്ടേ, അതുകൊണ്ട് അങ്ങനെ ഞാനിവിടെ പെരുന്നാൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു. എനിക്ക് 5 ദിവസം ഇവിടെ ഫുള്ള് ട്രീറ്റ്മെന്റ് എടുത്തു. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് അല്ല, മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് വീണ്ടും ജോലിക്ക് കയറണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്ക്. അപ്പൊ ഡോക്ടറല്ലേ എനിക്ക് 22-ാം തീയതി ആൻജിയോഗ്രാം പോസ്റ്റ് ചെയ്തിരിക്കണം. നമുക്ക് അവിടെ ചെയ്യാതെ എന്തായെന്ന് അവർ ചോദിക്കൂലേ. ഇതിന് മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമല്ലോ, ഈ ആൻജിയോഗ്രാം ചെയ്യണതിന്റെ തൊട്ട് മുമ്പ്. ഇവിടെ ഞാൻ 2500 രൂപയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എക്സ്റേ എടുക്കാനുണ്ട്, എക്സ്റേ എടുത്തു. ECG എടുക്കണം. ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കുറിച്ച് തന്നു വിട്ടിരിക്കുക. അതായത് ഈ ആൻജിയോഗ്രാം വെള്ളിയാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ച പോസ്റ്റിങ്ങിന് മുമ്പ് ഇതെല്ലാം നമ്മൾ ചെയ്യണം. ECG എടുത്തപ്പോ ഇവിടെ ചോദിച്ചത്, ഇവിടെ തന്നെ എടുത്തേ, നമ്മുടെ മുപ്പത്തടത്ത് തന്നെ എടുത്തേ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ECGയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാലും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതത്ര മനസ്സിലായില്ലെങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ വല്ല കുഴപ്പവും കാണുമായിരിക്കും. ഇനി എന്നോട് നേരിട്ട് പറയണ്ട. BP നോക്കിയപ്പോ BP 120/80. കുറെ നാളുകളായിട്ട് BP 200-ന് മേലെയായിരുന്നു. അപ്പൊ BP നോർമലാ. ഇത്രയും പറഞ്ഞു. അപ്പൊ ചെയ്തപ്പോഴത്തേക്ക് BP കുറയാത്തത് കൊണ്ടാണ് ഓൾറെഡി 28-ാം തീയതിയിലോട്ട് ആൻജിയോഗ്രാം പോസ്റ്റ് ചെയ്തത്. വെച്ചാൽ BP ഹൈ ആണെങ്കിൽ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളാണല്ലോ. ടെൽമിസാർട്ട് എന്ന് പറഞ്ഞ ഗുളിക ഞാൻ കഴിക്കണം. അതിന്റെ കൂടെ അമലോ ആഡ് ചെയ്തിട്ടുള്ള ടെൽമ എന്ന് പറഞ്ഞ ഗുളികയും അതിന്റെ കൂടെ വേറൊരു ഗുളികയും കൂടെ തന്നാണ് എന്നെ വിട്ടത്. അപ്പോഴും കൺട്രോൾ ആയില്ല. ഇവിടെ ഈ 5 ദിവസം കൊണ്ട് ഈ BP ഇവിടെ നോക്കിയപ്പോ ഈ 36 നോക്കിയപ്പോ 120/80 ആയി. അപ്പൊ എന്തായാലും BP കൂടുതൽ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അന്ന് ഭാഗ്യത്തിന് ആൻജിയോഗ്രാം അന്ന് തന്നെ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ അന്ന് തന്നെ ചെയ്യുക.
അപ്പൊ ആ ബി പിയും കുറഞ്ഞു 5 ബി- ദിവസം കഴിഞ്ഞപ്പോ. ആ എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർ ഈ പരിശോധിച്ച റിസൾട്ട് എല്ലാം നോക്കി. ഞാനവിടെ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൺസിഡറേഷൻ ഒക്കെ കൂടുതലായിരുന്നു. അപ്പൊ അവരെല്ലാം നോക്കിയിട്ട് വലിയ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഒരു കുഴപ്പമില്ലല്ലോ, നമ്മുടെ മറ്റേ ഇ സി ജി, അപ്പൊ മറ്റേ പഴയ ഇ സി ജി എടുക്കാൻ പറഞ്ഞു. മറ്റേ ഇ സി ജി എല്ലാം എടുത്തു. 12 ഇ സി ജി എടുത്തതിലും ഫുള്ളും വേരിയേഷൻ ആയിരുന്നു. ഇ സി ജിയിൽ ഒരു കുഴപ്പമില്ലല്ലോ, എന്തായാലും നമുക്ക് ആൻജിയോഗ്രാം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. ഇ സി ജി കുഴപ്പമില്ല. അപ്പൊ ഇ സി ജി കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആൻജിയോഗ്രാം ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ അവര് നമുക്ക് ആൻജിയോഗ്രാം ചെയ്തേക്കാന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രശ്നങ്ങളും ഹാർട്ടിൻ്റെതായിട്ട് കാണിക്കുന്നില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ എല്ലാ രോഗത്തിനും ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു വിട്ടവരുണ്ട്. അവർക്കൊക്കെ പല പല അസുഖങ്ങള്, ഹാർട്ടിന്റെ വാൽവിന് പ്രശ്നമുള്ളവര്, ഷുഗർ, എല്ലാത്തിനും എല്ലാവർക്കും മരുന്നൊന്നും ഇല്ലാതെ നോർമലായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഈ ട്രീറ്റ്മെന്റ് അത്രയും സക്സസ് ആയിട്ടാണ് എനിക്കും ഞാൻ വിട്ടവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത്.